ശ്രീരാമ. കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപമുള്ള മീനച്ചിൽ താലൂക്കിലെ രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രത്തെ തരംതിരിച്ചിട്ടുണ്ട്. ശ്രീരാമ രാമ ശ്രീരാമ രാമ സീതാപതേ രാമ ശ്രീരാമ രാമ. കിഴക്കോട്ട് ദർശനമായി ശ്രീരാമൻ പ്രധാന ദേവനാണ്. 4 കൈകളുള്ള ചതുർബാഹു എന്ന രൂപത്തിലാണ് ക്ഷേത്രം. ശ്രീരാമനെ കൂടാതെ ക്ഷേത്രത്തിൽ മറ്റു ഉപദേവതകളുമുണ്ട്. ശ്രീകോവിലിന് തെക്ക് ഭാഗത്തായി ശാസ്താവിന്റെയും ദക്ഷിണാമൂർത്തിയുടെയും ആരാധനാലയങ്ങളുണ്ട്. ഭദ്രകാളി, ഗണപതി, ഹനുമാൻ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവരുടെ ആരാധനാലയങ്ങളും ഈ സമുച്ചയത്തിലുണ്ട്. ശ്രീരാമനാമം ജപിക്കാം, ശ്രീരാമപാദം നമിക്കാം. കർക്കിടക മാസത്തിൽ നടത്തുന്ന നാലമ്പല ദർശനം പുണ്യമാണെന്ന് വിശ്വാസം. ധാരാളം ഭക്തജനങ്ങൾ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തി സായുജ്യമടയാറുണ്ട്. അയോധ്യ വിട്ട ശ്രീരാമൻ സീതാന്വേഷണത്തിനായി ഇവിടെയെത്തി. പ്രകൃതി രമണീയമായ സ്ഥലം കണ്ട ഭഗവാൻ സമീപത്ത് കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതേസമയം ജ്യേഷ്ഠനെ കാണാതെ അന്വേഷിച്ചെത്തിയ ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും രാമപുരത്ത് വെച്ച് ജ്യേഷ്ഠനെ കാണുകയും തങ്ങൾ ജ്യേഷ്ഠനോടൊപ്പം വസിക്കുവാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്തു. സഹോദരന്മാരുടെ അപേക്ഷ കൈക്കൊണ്ട ശ്രീരാമൻ അവരവർക്കിഷ്ടമുള്ള സ്ഥലത്ത് വസിച്ചുകൊള്ളാൻ അനുവാദം നൽകി. അങ്ങനെ കൂടപ്പുലത്ത് ലക്ഷ്മണനും അമനകരയിൽ ഭരതനും മേദിരിയിൽ ശത്രുഘ്നനും വാസമുറപ്പിച്ചു. രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ 4 ക്ഷേത്രങ്ങളെയും ബന്ധിപ്പിച്ച് നാലമ്പല ദർശനം നടത്തിവരുന്നു എന്നതാണ് ഐതിഹ്യം. ശംഖു ചക്ര ഗദ പത്മധാരിയായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നത്. പട്ടാഭിഷേക സമയത്തെ ഭാവത്തിൽ പ്രതിഷ്ഠ നിലകൊള്ളുന്നതിനാൽ ഭഗവത് ദർശനം സർവ്വ ഐശ്വര്യപ്രദായകമാണെന്ന് പറയപ്പെടുന്നു. ശ്രീരാമപാദം നമിക്കാം. നാലമ്പലത്തിന് പുറത്തു വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഭദ്രകാളി ക്ഷേത്രം കാണാം. ഉപദേവതയാണ് ഭഗവതി. വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയിൽ ബ്രഹ്മരക്ഷസും യക്ഷിയമ്മയും കുടികൊള്ളുന്നു. ഇതിനു സമീപത്താണ് ഹനുമാൻ സ്വാമിയുടെ നടയുള്ളത്. ശ്രീരാമദേവന് വഴിപാട് കഴിക്കുന്നവർ ഹനുമാൻ സ്വാമിക്ക് കൂടി വഴിപാട് നടത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ എന്നും പറയപ്പെടുന്നു. ശ്രീരാമനാമം ജപിക്കാം. അറിവമ്മ അലിവമ്മ അമൃതമ്മ. ഇന്ന് നമ്മളിൽ ആഗ്രഹങ്ങൾ മാത്രമാണ് ഉള്ളത്. അവ സബലീകരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച് ഒടുവിൽ ലഭിക്കാതെ വരുമ്പോൾ ദുഃഖിച്ച് സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മനസമാധാനമാണ് നമുക്ക് ആവശ്യം. അതാണ് ഏറ്റവും വലിയ ധനം. ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ വാക്കുകൾ നമ്മുടെ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ.